ഗ്രീൻലാൻഡ് കാട്ടിലെ മനോഹരമായ ഒരു പകൽ. മൃഗങ്ങൾ എല്ലാവരും ചിരിച്ചും കളിച്ചും സന്തോഷിക്കുന്നു. മിട്ടുവും മൈനയും അവരുടെ 2 കുട്ടികളും മറ്റു പക്ഷികളോടൊപ്പം ഇതെല്ലാം ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്കൊരു അമ്പ് പാഞ്ഞെത്തി. അതൊരു മരത്തിൽ തറച്ചു. പിന്നാലെ 2 അമ്പുകൾ കൂടി വന്നു. അതിലൊന്ന് മണ്ണിലും ഒന്ന് ഒരാപ്പിളിലും തറച്ചു. ഓടിക്കോ, ഏതോ വേട്ടക്കാരൻ വരുന്നെന്ന് തോന്നുന്നു. മൃഗങ്ങൾ എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. പക്ഷികൾ പറന്നു പോകാനും തുടങ്ങി. അപ്പോൾ വീണ്ടും ഒരു അമ്പ് പാഞ്ഞു വന്ന് അത് മിട്ടുവിന്റെ ഒരു ചിറകിൽ തറച്ചു. മിട്ടു താഴേക്ക് വീണു. മിട്ടു, അയ്യോ! മൈന കരഞ്ഞുകൊണ്ട് മിട്ടുവിനടുത്തേക്ക് ചെന്നു. അയ്യോ, ഇതെന്ത് പറ്റി മിട്ടു? എന്റെ ചിറകിൽ താങ്ങി പറക്കാൻ ശ്രമിക്കൂ. ഇത് കേട്ട മിട്ടു മൈനയുടെ ചിറകിൽ പിടിച്ചു. പക്ഷേ മൈന പറക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവഴി വേട്ടക്കാരൻ വരുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് മൈന തന്റെ സർവ്വശക്തിയും എടുത്ത് മിട്ടുവിനെ താങ്ങിയെടുത്ത് പറക്കാൻ ശ്രമിച്ചു. മുറുകെ പിടിച്ചോണേ മിട്ടു. ഇങ്ങനെ പറഞ്ഞ് മൈന വേഗത്തിൽ ചിറകടിക്കാൻ തുടങ്ങി. പക്ഷെ അധികം ഉയരാൻ മൈനയ്ക്ക് കഴിഞ്ഞില്ല. വേട്ടക്കാരൻ അടുത്തു വരുന്നത് മിട്ടു കണ്ടു. ഇങ്ങനെയാണെങ്കിൽ മൈനയെയും അയാൾ പിടിക്കും. അതിനാൽ മനഃപൂർവ്വം മിട്ടു മൈനയുടെ ചിറകിൽ നിന്ന് പിടിവിട്ടു. എന്നിട്ട് താഴെ വീണു. മിട്ടു, അയ്യോ! മൈന കരഞ്ഞു. അപ്പോൾ വേട്ടക്കാരൻ മൈനയ്ക്ക് നേരെയും ഒരമ്പയച്ചു. മൈന രക്ഷപ്പെടാനായി ഒരു മരച്ചില്ലയിൽ ഒളിച്ചു. നീ ഒരു മിടുക്കനാണ് ഹിമാൻഷു. ഒരു പച്ച തത്ത, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. അയാൾ മിട്ടുവിനെ എടുത്തു. മിട്ടുവിന്റെ മുറിവിലേക്ക് നോക്കി. ചെറിയ മുറിവാണ്, ഇതിനെ കൂട്ടിലടയ്ക്കാം. മുറിവുണങ്ങുമ്പോൾ ഈ തത്ത എന്റെ ജാതകം തന്നെ മാറ്റും. മിട്ടുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? മമ്മി, ഇയാൾ പപ്പയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ വീട്ടിലിരുന്നോളൂ മക്കളെ, ഞാൻ നോക്കിക്കോളാം ഇയാൾ മിട്ടുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. ഹിമാൻഷു മിട്ടുവിനെയും എടുത്ത് തന്റെ വീട്ടിലേക്ക് നടന്നു. മൈനയും അയാളുടെ പിന്നാലെ പറന്ന് പറന്ന് അവിടെ എത്തി. അയാൾ മിട്ടുവിനെ ഒരു കൂട്ടിലടച്ചു. എന്നിട്ട് തന്റെ വീടിന് മുന്നിൽ തൂക്കിയിട്ടു. അയാൾ മറ്റേതോ പണിയിൽ ഏർപ്പെടുന്നത് മൈന കണ്ടു. മൈന മിട്ടുവിന്റെ അടുത്തേക്ക് ചെന്നു. മൈന, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? പൊയ്ക്കോളൂ, നിന്നെ കണ്ടാൽ അയാൾ നിന്നെയും പിടിക്കും. എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. മൈന കൂട് തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. വേട്ടക്കാരൻ പെട്ടെന്ന് മിട്ടുവിന്റെ അടുത്തേക്ക് വന്നു. ഇത് കണ്ട് മൈന പെട്ടെന്ന് അവിടെ നിന്ന് ദൂരേക്ക് പറന്നു. ഹിമാൻഷു മിട്ടുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഭാഗ്യത്തിന്റെ പൂട്ടിനി തുറക്കും. എന്റെ കല്യാണം കഴിഞ്ഞതോടെ എനിക്ക് കഷ്ടകാലമായിരുന്നു. അതുകൊണ്ട് എന്റെ ഭാര്യയെ ഞാൻ പറഞ്ഞയച്ചു. എന്നിട്ടും എനിക്ക് നല്ല കാലം വന്നില്ല. മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ഈ തത്തയെ സരസ്വതി ദേവിക്ക് ബലി നൽകി പ്രസാദിപ്പിക്കും. അങ്ങനെ എന്റെ കഷ്ടകാലം അതോടെ മാറുകയും ചെയ്യും. ഇത് കേട്ട് മിട്ടുവും മൈനയും നന്നായി പേടിച്ചു. ഇയാൾ മിട്ടുവിനെ ബലി കൊടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ എങ്ങനെ അവനെ രക്ഷിക്കും? മൈന ചിന്തിച്ചു. പെട്ടെന്നവൾ വലിയ പപ്പായ മരത്തെക്കുറിച്ച് ഓർത്തു. പെട്ടെന്ന് തന്നെ മൈന പപ്പായ മരത്തിനടുത്തെത്തി നടന്നതെല്ലാം പറഞ്ഞു. സരസ്വതി ദേവിയെ പ്രസാദിപ്പിക്കാൻ തത്തയെ ബലി കൊടുക്കുമെന്നോ? ഈ മനുഷ്യൻ എന്തൊരു അന്ധവിശ്വാസിയാണ്. പപ്പായ മരമേ, നമ്മൾ മിട്ടുവിനെ എങ്ങനെ രക്ഷിക്കും? ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ എത്തിയത്. അവൻ എന്തെങ്കിലും പറ്റിയാൽ ഞാനും മക്കളും എന്തു ചെയ്യും? ആ അന്ധവിശ്വാസിയിൽ നിന്നും മിട്ടുവിനെ രക്ഷിക്കണമെങ്കിൽ അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരണം. ഞാൻ ചില മായകൾ പ്രയോഗിക്കാം. പിന്നെ ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവൻ കരുതിക്കോളും. അയാൾ ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ, അതിന് ഞാൻ പരിഹാരമുണ്ടാക്കാം. പപ്പായ മരമേ, നീ മനുഷ്യർക്കായി നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പ്രവൃത്തികൾ വളരെ നല്ലതാണ്. അയാളെ ഇവിടെ എന്റെ അടുത്ത് എത്തിക്കാൻ ഒരു വഴി തെളിയുന്നുണ്ട്. അതെന്തു വഴിയാണ് പപ്പായ മരമേ? എന്റെ മരത്തിൽ നിന്ന് ഒരു ഇല നീ പറിച്ചെടുക്ക്. എന്നിട്ട് അത് അയാളുടെ വീട്ടിൽ കൊണ്ടിടണം.
പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് എന്തു പറഞ്ഞാലും എന്റെ ശബ്ദം ആ പപ്പായ ഇല വഴി അയാളിലേക്ക് എത്തും. ഇത് കേട്ട് മൈന അങ്ങനെ തന്നെ ചെയ്തു. അവൾ ഒരു പപ്പായ ഇല കൊത്തിയെടുത്തു. എന്നിട്ട് ഹിമാൻഷുവിന്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്നിട്ടു. മൈന, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ സമാധാനമായിരുന്നു കണ്ടോളൂ. അപ്പോൾ പപ്പായ ഇല സംസാരിക്കുവാൻ തുടങ്ങി. ഹിമാൻഷു, ഹിമാൻഷു, ചേടാ, ഇത് ആരുടെ ശബ്ദമാണ്? ആരാണവിടെ? ഞാൻ കുബേര മഹാരാജാവാണ് സംസാരിക്കുന്നത്. നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം വലിയ പപ്പായ മരത്തിന്റെ അടുത്തെത്തണം. അല്ലെങ്കിൽ നിനക്ക് സർവനാശം സംഭവിക്കും. വലിയ പപ്പായ മരമോ? അതെവിടെയാണ്? ഈ കാട്ടിൽ തന്നെ തടാകത്തിനടുത്ത് ഒരു പപ്പായ മരമുണ്ട്. അവിടെ നിനക്ക് നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ലഭിക്കും. ഇത് കേട്ട് ഹിമാൻഷുവിന് സന്തോഷമായി. അപ്പോൾ തന്നെ അയാൾ തടാകത്തിനടുത്തേക്ക് പോയി. മൈനയും മക്കളും മറ്റ് മൃഗങ്ങളോടൊപ്പം മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ചിലപ്പോ ഇതായിരിക്കും ആ വലിയ പപ്പായ മരം. അപ്പോൾ പപ്പായ മരം തന്റെ ജാലവിദ്യകൾ കാണിക്കുവാൻ തുടങ്ങി. അതിലുണ്ടായിരുന്ന പപ്പായ ഇലകളെല്ലാം ചന്ദ്രനെ പോലെ തിളങ്ങുവാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട് ഹിമാൻഷുവിന്റെ കണ്ണുകൾ വിടർന്നു. അപ്പോൾ പപ്പായ മരം ഒരു ദേവിയുടെ ശബ്ദത്തിൽ പറഞ്ഞു, ഹിമാൻഷു, ഞാൻ സരസ്വതി ദേവിയാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വന്നതാണ്. ഇത് കേട്ടതും ഹിമാൻഷു തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദേവി, നിങ്ങൾ അവസാനം എന്റെ വിളി കേട്ടു. നിങ്ങളെ പ്രസാദിപ്പിക്കുവാനായി ഞാൻ തത്തയെ ബലി നൽകുവാൻ പോവുകയായിരുന്നു. ദയവായി അത് സ്വീകരിക്കണം. വിധി, ആ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. നിന്നോട് ഈ മാർഗം പറഞ്ഞു തന്ന മന്ത്രവാദി ഒരു മണ്ടനാണ്, തിരുമണ്ടൻ. ഒരു പാവം പക്ഷിയെ ബലി നൽകിയാൽ ഞാൻ എങ്ങനെ പ്രസാദിക്കുമെന്നാണ് നീ കരുതുന്നത്? എങ്കിൽ ദേവി, നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എങ്ങനെ ദേവിയെ പ്രസാദിപ്പിക്കും? എന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? നീ നിന്റെ ഭാര്യയുടെ ഹൃദയം തകർത്തു, അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇവിടെ വന്ന് ഒരു തത്തയെ പിടിച്ച് അതിനെ കൊല്ലുവാനും നോക്കുന്നു. ആദ്യം നീ ആ തത്തയെ തുറന്നു വിടണം. അവൻ അവന്റെ കുടുംബത്തെ കാണും, നിന്നെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞ് നഗരത്തിൽ ചെന്ന് നിന്റെ ഭാര്യയോട് മാപ്പ് ചോദിച്ച് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് വീണ്ടും ജോലി ചെയ്യണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ ഫലം നീ കാണും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കുകയും ചെയ്യും. ശരി ദേവി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ദേവിക്ക് വന്ദനം, ദേവിക്ക് വന്ദനം. ഹിമാൻഷു പറയുന്നത് കേട്ട് മൃഗങ്ങൾ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ തന്റെ വീട്ടിലേക്ക് ചെന്നു. മിട്ടുവിനെ സ്വതന്ത്രനാക്കി. ഇനി ഞാൻ നഗരത്തിൽ ചെന്ന് എന്റെ ഭാര്യയോട് ക്ഷമ ചോദിച്ച് അവളെ തിരികെ വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് നന്നായി പണിയെടുത്ത് ദേവിയെ പ്രസാദിപ്പിക്കും. ഇത് പറഞ്ഞ് ഹിമാൻഷു അവിടെ നിന്നും പോയി. മിട്ടു സന്തോഷത്തോടെ പപ്പായ മരത്തിനടുത്തെത്തി. മൃഗങ്ങളും മൈനയും മക്കളും അവിടെ മിട്ടുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മിട്ടുവിനെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. പപ്പായ മരമേ, വളരെ വളരെ നന്ദി. നിങ്ങൾ കാരണം എന്റെ കുടുംബം വീണ്ടും ഒന്നായി. അല്ലെങ്കിൽ അയാൾ എന്നെ ഈ സമയം ദേവിക്ക് ബലി നൽകിയേനെ. ഈ പപ്പായ മരം ഇവിടെ നിങ്ങളോടൊപ്പമുള്ള കാലം വരെ ഈ കാട്ടിലെ ഒരു മൃഗത്തിനും പക്ഷിക്കും ഒന്നും സംഭവിക്കുകയില്ല. ഇതെന്റെ വാക്കാണ്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. മിട്ടുവും മൈനയും അവരുടെ മക്കളോടൊപ്പം സന്തോഷം പങ്കിട്ടു. അങ്ങനെ വലിയ പപ്പായ മരം വീണ്ടും കാട്ടിലെ മൃഗങ്ങളുടെ രക്ഷകനായി.